നമസ്കാരം, എല്ലാവർക്കും കുട്ടിരുചിക്കൂട്ട് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ചിക്കൻ കറിയാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ഉള്ള ചിക്കനാണ് എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് 2 സവാള, 1 തക്കാളി, 4 പച്ചമുളക്, ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. നമുക്ക് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ അത്യാവശ്യം ഒരു വലിയ പീസായിട്ട് തന്നെയാണ് ചിക്കൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്തെടുക്കാം. ചിക്കനൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കഴുകിയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്കിനി കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഒരു 10-15 മിനിറ്റ് മാക്സിമം വേണമെങ്കിൽ അരമണിക്കൂർ വരെ നമുക്ക് വേണമെങ്കിൽ വയ്ക്കാം. അത് നല്ലതാണ്. മീറ്റിലോട്ട് നന്നായിട്ട് ഇത് മുളകൊക്കെ നന്നായിട്ട് പിടിക്കും. ചിക്കനിൽ നമ്മൾ മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സവാളയും തക്കാളിയൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം. നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്കത് പെട്ടെന്ന് വരട്ടിയെടുക്കാൻ പെട്ടെന്ന് എളുപ്പമായിരിക്കും. ഞാൻ അത്യാവശ്യം എരിവുള്ള ഒരു 4 പച്ചമുളക് എടുത്തേക്കണം. കാരണം പച്ചമുളക് കൂടുതലിട്ട് കഴിഞ്ഞാൽ നമുക്ക് മുളക് പൊടിയുടെ അളവ് കുറച്ച് കുറയ്ക്കാം. എരിവ് പച്ചമുളകിൻ്റെയാണ് ടേസ്റ്റ്. സവാളയും തക്കാളിയൊക്കെ അങ്ങനെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് കരിവേപ്പിലയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ചീഞ്ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കാം. സവാളയും
ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി കരിവേപ്പിലയും ഇട്ടിട്ട്. തക്കാളി നമുക്ക് പിന്നെ ചേർക്കാവുള്ളൂ. ആദ്യം നമുക്ക് ഇത് വരട്ടിയെടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലോട്ട് നമുക്ക് സവാളയൊക്കെ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ട് വരട്ടിയെടുക്കാം. പെട്ടെന്ന് വരട്ടി കിട്ടാനായിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് വരട്ട് കിട്ടും. ഒരു 10 മിനിറ്റ് ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വരട്ടിയെടുക്കാം. ഏകദേശം 10 മിനിറ്റോളമായി നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വരണ്ടിട്ട് അതിലോട്ട് നമുക്കിനി കുറച്ച് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് ചൂടാക്കാം. ഒരു 1-2 മിനിറ്റ് ചൂടാക്കണം. കാരണം ആ മല്ലിയുടെ പച്ച ടേസ്റ്റ് മൊത്തം പോണം. ഒരു 2.5 സ്പൂണോളം മല്ലിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇനി കുറച്ച് മുളക് പൊടി ചേർക്കാം. ഞാനൊരു ഏകദേശം ഒരു 1.5 സ്പൂണോളം ചേർക്കുന്നുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് വേണം ഇത് ചേർക്കാനായിട്ട്. കാരണം ഞാൻ 4 പച്ചമുളക് നല്ല എരിവുള്ള ഇട്ടതുകൊണ്ടാണ് ഞാൻ അത്രയും 1.5 സ്പൂൺ ഇട്ടു. പിന്നെ ഞാൻ ചിക്കനിൽ ഓൾറെഡി അത് മാരിനേറ്റ് ചെയ്യാനായിട്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അത് മതിയാവും നമുക്ക് എരിവ്. മുളക് പൊടിയുടെയും ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ പോയിട്ടുണ്ട്. നല്ല ഇതാവുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാലയും മുളക് പൊടിയൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ അതിൻ്റെ പച്ച ടേസ്റ്റ് ഒക്കെ പോകും. മസാല നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി നമുക്ക് ഇതിലോട്ട് ചേർക്കാം. തക്കാളി ചേർത്തതിന് ശേഷം 1 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് അത് വരട്ടിയെടുക്കണം. ഇതിലോട്ട് നമുക്കിനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മസാല ഈ ചിക്കന് പിടിക്കാൻ പാകത്തിന്. മസാലയും ചിക്കനും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഗ്രേവിയുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുള്ളൂ. കാരണം എനിക്കിത് പൊറോട്ടയുടെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിലോട്ട്. പിന്നെ കുറച്ച് വെള്ളം നമ്മൾ ചിക്കനിൽ നിന്ന് വരുമല്ലോ, അതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി കിട്ടും. വെള്ളം ചേർത്തതിന് ശേഷം ഒരു 10-12 മിനിറ്റ് നന്നായിട്ട് ഇത് തിളപ്പിക്കണം. ഒരു 10-12 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. അപ്പം നന്നായിട്ട് ഇറച്ചിയിലോട്ടൊക്കെ നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. ഏകദേശം ഒരു 10-12 മിനിറ്റായി. ചിക്കൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ചിക്കൻ വെന്തിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം. പൊറോട്ടയുടെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കറി.